എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതേ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നേരത്തെ നമ്മൾ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്കൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു വര വരയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ള വരയാണ്, ലെവൽ ചെയ്യാനുള്ള വരയാണ്. ഇനി ഈ വരയിൽ നമ്മളുടെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് വേണ്ട നെക്ക് വിഡ്ത്ത് ഉണ്ടല്ലോ, അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിവിടെ 2.5 ഇഞ്ചാണ്. അപ്പോൾ ക്യാൻവാസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈനിങ് ഇട്ട് തിരിച്ചടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് നമുക്ക് റെഡിയായി കഴിയുമ്പോൾ വേണ്ടതെങ്കിൽ ലൈനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്യുക 2.25 ഇഞ്ചാണ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചാവും. പക്ഷേ ക്യാൻവാസിൽ നമ്മൾ കറക്റ്റ് എത്രയാണോ റെഡിയായി കഴിയുമ്പോൾ വേണ്ടത് അതേ നെക്ക് വിഡ്ത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മളുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഷോൾഡറിൻ്റെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എനിക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ബോക്സാക്കി മാറ്റിയിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരയ്ക്കാൻ നോക്കുന്നത്. എൻ്റെ ഫ്രഞ്ച് കർവ് ഇപ്പോൾ ഇവിടെ കാണാനില്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചോളം തള്ളിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ചുറ്റും നിങ്ങൾക്ക് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷോൾഡറിൻ്റെ അവിടെയുള്ള ആ ഒരു സ്ട്രാപ്പ് കുറച്ച് കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വിഡ്ത്ത് മാറിപ്പോവാതെ കിട്ടും. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത്, അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്കൊരു ഷൈനിങ് പോലെ തോന്നും. ആ ഷൈനിങ് ഉള്ള ഭാഗത്ത് ഇതിനൊരു ഗ്ലൂ ഉണ്ടാവും. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിനെ അവിടെ ഒട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ ആ ഒരു പീസ് വെക്കുമ്പോഴുള്ള ഗുണം, നമ്മൾ ഇതുപോലെ അയൺ ചെയ്യുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അത് അതിൻ്റെ നെക്ക് വിഡ്ത്തൊന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്, അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് നോക്കിയാൽ മനസ്സിലാവും, അത് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ആ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് താഴേക്ക് കാണാൻ കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് വയ്ക്കുക. തിരിച്ച് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഇംപ്രഷൻ. അപ്പോൾ അത് കൂടെ സൈഡിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ക്യാൻവാസിൽ തട്ടാതെ അതിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ വേണമെങ്കിൽ ഞാൻ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വേണമെങ്കിൽ ബിഗിനേഴ്സിന് അങ്ങനെ ചെയ്യാം കേട്ടോ. കാരണം അത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അവിടെ സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. പിന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണല്ലേ ക്യാൻവാസ് പുറത്ത് കാണും പറഞ്ഞാൽ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് കാണും. സാധാരണ കേസിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും കാണുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെയിൻ ഫാബ്രിക് ആണെങ്കിൽ അത് പുറത്തേക്ക് ആ വൈറ്റ് കളർ കാണും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതുപോലെ വെക്കാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് കിട്ടിയ ക്യാൻവാസ് ഇതല്ലേ തീരെ പറഞ്ഞാൽ കേൾക്കില്ല. അത് മാത്രമല്ല അതിന് ഇത്തിരി കാലപ്പഴക്കം ഉണ്ടേ, അതുകൊണ്ടായിരിക്കും. ഞാനങ്ങനെ ക്യാൻവാസ് വെക്കാറില്ല. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ വളരെ റെയറായിട്ടാണ് ക്യാൻവാസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്താണ്. എനിക്ക് അങ്ങനെ നെക്ക് സ്റ്റിഫായി നിൽക്കണ്ട, അതുകൊണ്ട് ഞാനത് പറിച്ച് കളഞ്ഞു. കാരണം അത് പറഞ്ഞാൽ കേൾക്കില്ല, എത്ര ശ്രമിച്ചിട്ട് അത് അവിടെ ഒട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, തിരിച്ച് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫാബ്രിക് ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട് എടുത്തിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അത് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മേലടി അടിച്ചു, നമ്മളുടെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ചെയ്തു. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലെ എക്സ്ട്രാസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കൈക്കുഴി ഒന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണേ. അതിന് ശേഷം ഞാൻ നമ്മുടെ ബാക്ക് പോർഷനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. നെക്ക് പക്ഷേ ഞാനിവിടെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടല്ല ബാക്കിൽ കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് യൂസ് ചെയ്യാതെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ എത്രയാണോ നമ്മുടെ നെക്ക് വിഡ്ത്ത് അതാണ് നമ്മൾ ക്യാൻവാസിൽ കൊടുക്കുക. പക്ഷേ ഇവിടെ ലൈനിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ്. അതും നമ്മളിവിടെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ആ ലൈൻ കഴിഞ്ഞിട്ട് വേണം മാർക്ക് ചെയ്യാൻ, അത് മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് കൊടുക്കുന്നത് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളത് വിട്ടിട്ട് നമ്മൾക്ക് 4 ഇഞ്ചാണ് റെഡിയായി കഴിയുമ്പോൾ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് റെഡി ആയി കഴിയുമ്പോൾ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും വരും, താഴേക്ക് 4 ഇഞ്ച് ലെങ്ത്തും യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിൽ വരച്ചെടുക്കാം. അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ 2 പീസ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലേക്കുള്ള ഈ ഒരു പാർട്ട് ഇതുപോലെ വെച്ച് നോക്കിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ചിലപ്പോൾ ഒരേ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടംപോലെ
ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു ടിപ്പ് പോലെ പറഞ്ഞതാണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള പാർട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക, എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ചെടുക്കുകയാണ്. ഇനി ഇപ്പം നമ്മൾ ഈ ഒരു നെക്ക് പതിച്ചടിക്കുന്നില്ല, ബാക്ക് സൈഡ് മാത്രം. നമ്മൾ ഫ്രണ്ട് സൈഡ് ഓൾറെഡി പതിച്ചടിച്ച് കഴിഞ്ഞതാണ്. ഇനി ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് ഞാനിവിടെ ബാക്ക് സൈഡ് പതിച്ചടിക്കുന്നുള്ളൂ. ഷോൾഡർ ജോയിനിങ് ഞാൻ പല രീതിയിൽ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ ഒരു മെത്തേഡ് ഒന്നുകൂടി കാണിക്കുകയാണ്. നമ്മൾ ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്ത് ഇതുപോലെ വിരിച്ചിട്ടു, ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടു. അതിനുശേഷം മെയിൻ ക്ലോത്ത് നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡ് മാറിപ്പോവാതെ വെക്കണം. ഇതേപോലെ ഏത് സൈഡിലേക്കാണോ ഷോൾഡർ ജോയിൻ കറക്റ്റായിട്ട് വരുന്നത് ആ സൈഡ് തന്നെ എടുത്ത് വയ്ക്കുക ബാക്ക് പോർഷൻ്റെ. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ നിവർത്തിയിടുക. അതിനുശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റഫ് സ്റ്റിച്ച് കൊടുത്ത് നോക്കാം. അപ്പോഴാണ് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് നമുക്ക് നിൽക്കുക. അതിനുശേഷം ബാക്കിലെ ആ പീസ് ഉണ്ടല്ലോ, അതായത് ലൈനിങ്, അതിനെ ഇതുപോലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ടിങ്ങിൻ്റെ ടൈമിൽ. ആ നോച്ചിൽ നിന്ന് ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് ചെരിച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത ശേഷമാണ് ഞാൻ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസിനെ കട്ട് ചെയ്ത് കളയുന്നത്. അല്ലാതെ ഞാൻ കട്ടിങ് ടൈമിൽ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കാറില്ല. അത് വേറൊന്നുമല്ല, നമ്മളിത് മെയിൻ ക്ലോത്തേക്ക് വെച്ച് കട്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലോപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് ശീലിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കൂ, ഈസി ആയിട്ട് തന്നെ പറ്റും. ഇതേപോലെ നമ്മൾ 2 സൈഡത്തെ എടുത്തു കഴിഞ്ഞാൽ 2 സൈഡും ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുകയാണേ. അതിന് ശേഷം നമ്മളുടെ ലൈനിങ്ങുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്പണുള്ള ഭാഗം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം എക്സ്ട്രാസൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഹുക്കും മൈയും വെക്കാനുള്ള പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കും. 2-2.25 ഇഞ്ചോളം വിട്ട് വരുന്ന ഫാബ്രിക്കാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ബ്ലൗസിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും ഒരല്പം കൂടുതൽ. ഇനി ഇതാ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരല്പം പൊക്കിയിട്ട് നമ്മളിതുപോലെ 2ആക്കി മടക്കി വയ്ക്കുക ആ പീസ്. എന്നിട്ട് നമ്മൾ സീം അലവൻസ് അവിടെ ഓൾറെഡി വിട്ടിട്ടുണ്ടല്ലോ, നമ്മൾ 4 ഇഞ്ച് ഒരു പോയിൻറ്റ് കണക്കാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈനിങ് ക്ലോത്ത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് അടുത്ത സൈഡിൽ റോങ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതും നമ്മൾ ഒരു ലെയറായിട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്ക് ഒരു അല്പം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടുക. എന്നിട്ട് മോൾ വശത്ത് എക്സ്ട്രാ വെച്ചതിനെ നമ്മളിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിന് മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തല്ല നമ്മളൊരു വി കട്ട് കൊടുക്കുകയാണ്. ആ വിയിലൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് നീഡിൽ കുത്തി നിർത്തുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ആ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിൻ്റ് എത്തുമ്പോൾ നീഡിൽ കുത്തി നിർത്തുക. വീണ്ടും നമ്മളൊന്ന് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് ഒരു വി ഷേപ്പ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വരെ ഒന്ന് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. അതിന് മുന്നേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുക. നിങ്ങൾ ചില ആൾക്കാരുടെ ഷോൾഡർ സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒന്ന് വലിപ്പം കൂടിയതും ഒന്നും ചിലപ്പോൾ കുറഞ്ഞതൊക്കെ ഇരിക്കും. അത് ഇതുപോലെ നമ്മൾ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് 2 സൈഡും മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പിന്നെ ഇവിടെ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു പഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതുപോലെ അടുത്ത സൈഡിലേക്കും കൂടി പ്ലീറ്റ്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് കിട്ടും. പിന്നെ ഇതിന് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. അതേപോലെ താഴെ ബോർഡർ ഭാഗം ഞാൻ മടക്കി അടിക്കുന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ലീവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. അതുപോലെ താഴെ ഒന്ന് നമുക്കൊരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ
നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്രോപ്പ് ടോപ്പ് റെഡിയാവും. അപ്പോൾ നമുക്കിനി അതും കൂടി ചെയ്തെടുക്കാം. ഇനി ഈ സൈഡ് ജോയിൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഇതേപോലെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു 3/4 ഭാഗം എത്തുമ്പോൾ അവിടെ നിർത്തണേ. എന്നിട്ട് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് താഴെ ഭാഗം നമ്മളൊന്ന് അടിച്ച ശേഷം മാത്രം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിലെയും ഫ്രണ്ടിലെയും പോർഷൻസിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പം തന്നെ റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇത് നമ്മൾ താഴെ വശം അടിക്കാനായിട്ട് ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതുപോലെ സ്റ്റാർട്ടിങ് ഞാൻ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അത് ഞാൻ നോക്കിയില്ല കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരല്പം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ക്ലോത്ത് മടക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മളിത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താഴെ വരെ നമ്മൾ താഴെ വരെ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഇതുപോലെ 3 പീസ് തന്നെ ആയിരിക്കും. ബാക്കിലെ 2 പീസും ഫ്രണ്ടിൻ്റെ ഒരു പീസും. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഇതേപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ലാസ്റ്റ് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പതിച്ചടിക്കണവർക്ക് അടിക്കാട്ടോ. ഞാനിപ്പോൾ ഇതൊരു എളുപ്പപ്പണിക്ക് ഇതുപോലെ 2 മടക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പതിച്ചടിക്കണമെങ്കിൽ ആദ്യം ഒന്ന് തയ്യൽ തുമ്പ് റൈറ്റ് സൈഡിലേക്ക് വരണ പോലെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം ആ പീസിൽ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നേരെ 2 മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെങ്കിൽ ഒന്ന് ഹെം ചെയ്തെടുത്താലും മതി. ഞാൻ സാധാരണ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുക. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. എനിക്ക് ആക്ച്വലി അങ്ങനെ തയ്യൽ പുറത്തേക്ക് കണ്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ കസ്റ്റമേഴ്സിന് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്താൻ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ പരിപാടി അവസാനിച്ചിട്ടില്ല. നമ്മളൊരല്പം ജോയിൻ ചെയ്യാതെ വെച്ചിട്ടുണ്ടല്ലോ, അത് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും കറക്റ്റ് ലെവലിൽ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ, ഫ്രണ്ടും ബാക്കും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൈഡ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ പീസിൽ ഇതുപോലെ തിരിച്ചടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ എനിക്കതെന്തോ പേഴ്സണലി ഇഷ്ടമല്ല. കാരണം എന്തെങ്കിലും ആൾട്രേഷൻ വരുന്ന സമയത്ത് ഒന്നുകിൽ അവിടെ നന്നായിട്ട് മുഴച്ച് നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ ഊരി കളഞ്ഞ ശേഷം വേണമല്ലോ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ആ പോർഷനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ ഒരു 2 സ്റ്റിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഹാർട്ട് നെക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ പിന്നീട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം നമ്മളിനി ഇതിൽ ഹുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണമല്ലോ. അത് മാത്രമല്ല ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിൽ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കൊന്നെങ്കിലും വാട്സപ്പ് ചെയ്ത് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്നും പറയാൻ മടിക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഓണാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ ആശംസിക്കുകയാണ്. ഇനിയും നമ്മളിതിൻ്റെ സ്കേർട്ട് പാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈ.